ഈ വർക്ക് ഫ്രം ഹോം തുടങ്ങിയതിന് ശേഷം പെരയ്ക്കകത്തിരുന്നിരുന്നിരുന്ന് മടുത്തെന്ന് പറയുന്ന സത്യം. അങ്ങനെ ഒരു ദിവസമാണ് അമ്മ കരുനാഗപ്പള്ളി പോകാമെന്നും പറഞ്ഞ് വിളിച്ചത്. എന്നെ കേട്ട പാടെ കേൾക്കാത്ത പതി ഞാൻ കുളിച്ചൊരുങ്ങി ഇറങ്ങി. സത്യം പറഞ്ഞാൽ വേറെ കുറച്ച് പരിപാടികൾക്കായിട്ട് പോയതാണ്. എൻ്റെ കൂടെ ചെറിയ കുറച്ച് ഡ്രസ്സ് എടുക്കലും പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മന്തി കഴിക്കലിൻ്റെ ഈ മുംബൈ പോകുന്ന സ്ത്രീയാണ് ഞങ്ങളെ മന്തി കഴിക്കാൻ പ്രേരിപ്പിച്ച് കൊണ്ടുപോയത്. എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മന്തി ഇഷ്ടപ്പെട്ടെങ്കിലും അമ്മയ്ക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിറ്റ മാക്സിമം മോട്ടിവേറ്റ് ചെയ്തൊക്കെ നോക്കി. പക്ഷേ മന്തി കഴിപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് സുഖകരമായിരുന്നില്ല. പിന്നെ അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചിറങ്ങി നേരെ പോച്ചയിൽ വന്ന് അവിടുന്ന് ഒരു ഫാനൊക്കെ മേടിച്ചു. ഇതൊക്കെ ചിറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് പേയ്മെൻറ്റൊക്കെ കൊടുത്ത് അവിടുന്ന് മെല്ലെ ഇറങ്ങി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി വെച്ചു. ഭാവിയിൽ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഫർണിച്ചർ അറിയാത്തതുകൊണ്ട് നോക്കി നോക്കി സാധനം എടുക്കാനൊന്നും പറ്റില്ലല്ലോ. എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ്. അവിടുന്ന് ആകെ എടുത്തതൊരു വെജിറ്റബിൾ ചോപ്പറാണ്. അതാണേ വർക്ക് ചെയ്യുന്നതുമില്ല. അത് കൊണ്ടുവന്നതുപോലെ തന്നെ മൂലയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അവിടുന്ന് മെല്ലെ ഇറങ്ങി ഞങ്ങൾ ഓരോ സാധനത്തിൻ്റെ വിലയൊക്കെ നോക്കി നോക്കി നടന്ന് പുറത്തോട്ട് ഇറങ്ങി. അവിടുന്ന് നേരെ നടന്ന് പോയത് ചോയ്സിലോട്ടാണ്. ചോയ്സിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. കയ്യിൽ ഓൾറെഡി കുറേ സാധനങ്ങളുള്ളത് കൊണ്ട് ഞാൻ ചോയ്സിൻ്റെ വാതിൽക്ക് ബോർഡും വായിച്ച് ഇങ്ങനെ ഇരുന്ന് ആരകത്ത് പോയി സാധനം മേടിച്ചു. ഞാൻ കുറച്ച് നേരം പണിയെടുത്തൊരു സാധനം കൂടിയാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ കഥാനായകൻ. പിന്നെ ഇടയിൽ കൂടെ 4 കിലോ മാങ്ങയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ 4 കിലോ മാങ്ങയും ഞാൻ തന്നെയാണ് പിന്നീട് തിന്നു തീർത്തത്. മന്തിയുടെ ക്ഷീണം മാറ്റാനായിട്ട് അമ്മയ്ക്ക് ഷാർജ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഷാർജ കുടിക്കാൻ കയറി. അമ്മ കുടിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. എനിക്ക് പിന്നെ എന്ത് കിട്ടിയാലും പോവും. ഞാൻ കുടിച്ച് കാലിയാക്കിയിട്ട് അമ്മ കുടിക്കുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നൊരു തുള്ളിപ്പോലും കിട്ടാൻ പോകുന്നില്ല. കാരണം അമ്മയ്ക്ക് മന്തി അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആയിട്ടില്ല. ആ ക്ഷീണം ഇനി ഷാർജയിൽ വേണം തീർക്കാൻ. മന്തി കഴിപ്പെല്ലാം കഴിഞ്ഞു. വണ്ടിയില്ലാത്ത കാരണം നേരെ സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക്. എന്തായാലും നല്ലൊരു അവധി ദിവസമായിരുന്നു അത്.